ഹലോ. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളാട്ടോ. നിങ്ങൾക്ക് വിശേഷങ്ങൾ കാണുകയും ചെയ്യാം, എൻ്റെ വർത്തമാനം കേൾക്കുകയും ചെയ്യാം. അപ്പം എന്തൊക്കെയോ പറയാനുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ സംസാരിക്കാൻ. ഞാനൊരു സംസാരപ്രിയയാണ്. അതെ, സംസാരം നന്നായിട്ട് സംസാരിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കില്ല് വേണം. യൂട്യൂബിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ പാട്ട് പാടണം, കുക്കിംഗ് അറിയായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റേഷൻ സ്കില്ല് വേണം. കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ കലപില സംസാരിക്കാനുള്ളൊരു കഴിവ് വേണം. ഇതിലൊക്കെ നമ്മൾ അത്യാവശ്യം രക്ഷപ്പെട്ടു പോകും കേട്ടോ. എനിക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള എനിക്കിഷ്ടമാണ് സംസാരിക്കാൻ. ഞാൻ ഭയങ്കര പക്ഷേ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയാൽ മാത്രമേ സംസാരിക്കൂ എന്നേ ഉള്ളൂ കേട്ടോ. കണ്ണിക്കാളുന്ന എല്ലാവരും വിളിച്ച് സംസാരിക്കത്തില്ല, എനിക്ക് അത്ര ഇതാവത്തില്ല. ഞാൻ സെറ്റാണെങ്കിൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കാൻ പറയും. അങ്ങനെ ഞാൻ പിറകെ നടന്ന് കാര്യം പറയുന്ന ആളാട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് തുണിയൊക്കെ കഴുകിടാനുണ്ടായിരുന്നു. എനിക്ക് തുണി പിഴിഞ്ഞിടാനൊക്കെ ഭയങ്കര മടിയാണ്. നിങ്ങൾ കണ്ടായിരിക്കും ഞാൻ പിഴിയാതെയൊക്കെ എടുത്തിടുന്നത്. നാളെ എന്തായാലും ഉണങ്ങിക്കോളും അതൊക്കെ. പിന്നെ വിളക്കൊക്കെ തേക്കണം വൈകുന്നേരം ആകുമ്പം. വിളക്ക് തേക്കുമ്പോഴൊക്കെ ഞാൻ എന്താണെന്നറിയോ, ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഇരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ആലോചനയാണ്. എൻ്റെ കല്യാണത്തിന് മുന്നേ വീട്ടിൽ വെച്ച് എൻ്റെ അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ആരാലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സത്യം പറയാൻ ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിയല്ല ആലോചിക്കുന്നത്. ഞാൻ മിക്കവാറും ആലോചിക്കുന്ന കഴിഞ്ഞ ചിന്തിച്ചുകൂടാത്ത കാര്യമാണ്. അതായത് എൻ്റെ ലൈഫിൽ കഴിഞ്ഞു പോയ കൂടുതലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായിരിക്കും ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നത്. അന്ന് അങ്ങനെ അവർ ചെയ്തല്ലോ, അന്നങ്ങനെ പറഞ്ഞന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ചില്ലേ. എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ചിന്ത, ഞാൻ പുതിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ചിന്തിക്കുന്നത്, പക്ഷെ എപ്പോഴും ചിന്തിക്കും. ഭയങ്കര ചിന്തയാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പം അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ദൂരോട്ട് നോക്കിയിരുന്ന് ആലോചിക്കും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും, നീ എന്തോന്ന് ആലോചിക്കുന്നതാണ്? പാത്രം തേക്കുമ്പോൾ ഞാൻ പാത്രം തേപ്പൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഏതെങ്കിലും അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തേങ്ങ തിരുവുമ്പോഴും തേങ്ങ തിരുവിൽ നിർത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇവിടെ ഈ ഒരു പരിസരത്തൊന്നും ഇല്ലാത്ത അതുകൊണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് ശ്രദ്ധയില്ല എന്ന് പറയാറുണ്ട്. ഇവിടുത്തെ അമ്മയും എല്ലാവരും പറയും. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അവിടുത്തെ ടീച്ചർ അപ്പോഴും നിനക്ക് ശ്രദ്ധയില്ല. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ആ ഒരു പരിസരത്ത് നിന്ന് പോകും, വേറൊരു ലോകത്താണ്. എപ്പോഴും എൻ്റെ മായാലോകമല്ല, എൻ്റെ പാസ്റ്റിലെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. എന്തിട്ടാണെന്നറിയില്ല, നെഗറ്റീവാണ്, നിങ്ങളാരും ഒന്നും ചെയ്യേണ്ട, പക്ഷെ ഞാൻ ചെയ്യും കേട്ടോ. അങ്ങനത്തെ വിളക്കൊക്കെ തേച്ചിട്ട് വന്നു. ഇനി കുറച്ച് വേസ്റ്റ് കത്തിക്കാനുണ്ട്. വേസ്റ്റ് കത്തിക്കാൻ പോകുന്ന വഴിക്ക് തീപ്പെട്ടി എടുക്കാൻ പോയപ്പോഴാണ് പഴം കണ്ടത്. അങ്ങനെ പിന്നെ ആദ്യം ഞാൻ പഴം തിന്നു കേട്ടോ. അത് കഴിഞ്ഞ് തീപ്പെട്ടിയൊക്കെ എടുത്ത് ഞാൻ വേസ്റ്റ് കത്തിക്കാൻ പോവുകയാണ്. വേസ്റ്റ് എന്ന് പറയുമ്പോഴേ എൻ്റെ റൂമിൽ നമ്മൾ മേടിക്കുന്ന പാഴ്സലിൻ്റെ കവറും പാഡിൻ്റെ കവറും അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കും. എല്ലാ മാസവും എന്തായാലും കത്തിക്കാനുണ്ടാവും. അപ്പം ഞാൻ പീരിയഡ്സിൻ്റെ പാഡൊക്കെ കത്തിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ട്രിപ്പിൽ കൊണ്ടിട്ടങ്ങ് കത്തിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റായി. ഇന്നിപ്പോൾ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കത്തിക്കുന്നത്. രാവിലേക്ക് ഇവിടെ കിളയ്ക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ പോയിന്ന് കത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം കുറച്ച് വിളക്കൊക്കെ തേച്ചിട്ട് വന്നിട്ടാണ് ഞാനത് കത്തിക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞു, സംഭവമൊക്കെ കത്തിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ലേറ്റായി പ്രാവശ്യം കത്തിക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കത്തിച്ചു. ഇനി കത്തിച്ചിട്ട് കുളിക്കണം. അങ്ങനെ പരിപാടികളൊക്കെ ആട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ കാര്യം, എൻ്റെ കാര്യം, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കാര്യം കൂടി പറയാമെന്ന് ഓർക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെന്താ, അങ്ങനെ പിന്നെ കുളിക്കാനൊക്കെ പോവാം കേട്ടോ. തുണികളൊക്കെ അവിടെ എനിക്ക് എപ്പോഴും അടുക്കി പറക്കി വയ്ക്കുന്നതൊക്കെയാണ് ഇഷ്ടം. ചില ദിവസം ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയാം, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടാവുമ്പോൾ ഞാൻ ആ ജോലി ചെയ്യുന്ന അറിയത്തില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ വയലിലൊക്കെ കൃഷി ചെയ്യുമ്പം നാടൻ പാട്ടൊക്കെ പാടി ചെയ്യും കണക്ക് ജോലിയുടെ ഇതറിയാതിരിക്കാൻ. അതുപോലെ കേട്ടോ, ഞാൻ ഫോൺ ചെയ്തിട്ടുമുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്ത ജോലികൾ ചെയ്യുമ്പോൾ ഞാൻ അപ്പോഴേ ഫോൺ എടുത്തിട്ട് ആരെങ്കിലും വിളിക്കും. ഞാൻ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാട്ടോ. ഇപ്പം ഞാൻ എപ്പോഴും ഫോൺ ചെയ്യുന്നു വെച്ചാൽ അതൊരിക്കലും ഞാനിപ്പോൾ എൻ്റെ കെട്ടിയവൻ എപ്പോഴും വിളിക്കും. കെട്ടിയവരല്ലാതെ ഞാൻ ഞാൻ വേറെ ഫാമിലിയിലുള്ള അങ്ങനെ ആരെയും വിളിച്ച് സംസാരിക്കത്തോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താട്ടോ സംസാരിക്കുന്നത്. കാരണം എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. ഞാനായിട്ടിരിക്കുന്നത് അവിടെയാണ്. പല സ്ഥലത്തും നമ്മൾ ആക്ട് ചെയ്യും കണക്കൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് കുറേയൊക്കെ അഭിനയമാണ് ലൈഫിൽ. കാര്യം നമ്മൾ മിണ്ടാതെ നിൽക്കുന്നു, സംസാരിക്കാൻ നിൽക്കുന്നു. അതൊക്കെ നമുക്ക് അധികം താല്പര്യമില്ലാത്ത ആൾക്കാർ നമ്മൾ അധികം സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല. അതൊക്കെ അഭിനയമാണ്. എൻ്റെ ഉള്ളിലെ ക്യാരക്ടർ കലപില വർത്താനം പറയുന്ന ആളാട്ടാ. പക്ഷേ എനിക്ക് ആ ആളാവണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ, ടൈം സ്പെൻഡ് ചെയ്യാൻ, സംസാരിക്കാൻ എല്ലാം ഇഷ്ടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്.
എനിക്ക് ഒത്തിരി ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കേൾക്കാറില്ലേ, നമുക്ക് സംസാരിക്കാം, നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിലെന്ന്. എനിക്ക് ഒരുപാട് പേരുണ്ട് എന്നെ കേട്ടിരിക്കാൻ. ഒരുപാട് മീൻസ് ഒരു കയ്യിൽ വിരലിലെണ്ണാവുന്ന ഒരു 5 പേരൊക്കെ ഞാൻ കൂട്ടാം, 3-4 പേര് എന്തായാലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ച് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോൾ അമ്മ എന്താ നമ്മുടെ ഈ ചേനയും നനകിഴങ്ങും അവിച്ചതും വെച്ചേക്കുന്നുണ്ട്. ഞാൻ അത് പൊളിച്ച് വെച്ചിട്ടാണ് പോയത്. അമ്മ അത് അവിച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അന്ന് കഴിക്കുവാൻ അമ്മ എൻ്റെ ഫോൺ അവിടെ ചാരി വെച്ചിട്ട് ഫോൺ കണ്ടു. കാരണം അമ്മ ഇനിയിപ്പോൾ 6 മാസം ഇവിടെ ഉണ്ടാവുള്ളെന്ന് വിചാരിച്ചാൽ വന്നതുകൊണ്ട് ഞങ്ങൾ കേബിൾ പിന്നെ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് TV കണക്കിലും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ റീചാർജ് ചെയ്തില്ല. കാര്യം റീചാർജ് ചെയ്യുന്നില്ല, 2 പേരെയും ഫോണിൽ തന്നെ ഞങ്ങൾ എൻഗേജ്ഡ് ആവും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ ഏറെ ഉണ്ടല്ലോ. അമ്മ കേൾക്കുകയൊക്കെ ചെയ്യും കേട്ടോ, എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിരിക്കുന്ന ആളാണ്. ഞാൻ വർത്താനം പറയുന്നത് കണ്ടില്ലേ, അമ്മ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കും, ഞാനിങ്ങനെ സംസാരിച്ചിട്ടേ ഇരിക്കണ്ട. എന്നെ കണ്ടാൽ അറിയാം ഞാൻ എത്രത്തോളം സംസാരപ്രിയമാണെന്ന്. അതുപോലെ സംസാരം വിത്ത് ആക്ഷനാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയുമ്പോൾ അതെൻ്റെ മുഖത്തും കയ്യിലും ഒക്കെ കാണും. അത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മളൊരു കാര്യം ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണും കൈകളും നമ്മുടെ ഫേസ് എക്സ്പ്രഷനും ഒക്കെ വരുമ്പോഴേ അവർക്ക് അത്ര നന്നായിട്ട് അതിനെക്കുറിച്ച് അവർക്കൊരു ഇമാജിനേഷൻ അവർക്ക് വരത്തുള്ളൂ, അവർക്ക് അത് അവരുടെ മനസ്സിൽ ആ ഒരു രൂപം പതിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ ടീച്ചിങ്ങിന് ഭയങ്കര യൂസായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഈ ഒരു ഇതൊക്കെ ഈ നമ്മുടെ എന്തുവാ പറയുക, നമുക്ക് ബോഡി മാത്രമല്ല എക്സ്പ്രഷനും എല്ലാം വേണം നമുക്ക് പഠിപ്പിക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ ഇതൊക്കെ എനിക്ക് അന്ന് ഭയങ്കര യൂസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് പ്രശ്നമാകുമെന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും വെച്ച് ഒക്കെ ഫോൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് മനസ്സിലാവും. ഞാനിപ്പം ചേട്ടനോടാണ് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോടാണ് സംസാരിക്കണമെങ്കിൽ എക്സ്പ്രഷനൊക്കെ ഭയങ്കര എക്സ്പ്രഷനായിരിക്കും, ചിരിയും കളിയൊക്കെ. അത് ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ അതൊന്നും ഹൈഡ് ചെയ്ത് വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ അത് കഴിച്ച് തരുന്ന അയ്യപ്പൻ കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുപോലെ എടുത്തിട്ട് വന്ന് 2-3 സ്പൂൺ അമ്മയ്ക്ക് കുടിക്കാൻ കൊടുത്തു. ബാക്കി ഞാൻ കുടിച്ചു കേട്ടോ. അമ്മയെല്ലാം കുറച്ചേ കഴിക്കത്തുള്ളൂ, ബാക്കി എൻ്റെ വയറ് കണ്ടില്ലേ, ഇനി ബാക്കിയൊക്കെ ഞാൻ കഴിക്കും. പിന്നെ ഇതേ അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി എനിക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ. ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അനക്കാതെ വെച്ചിരുന്ന കൈ അങ്ങനെ ഇരുന്നു, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു തന്ന് കാണിച്ചു തന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ വൈകുന്നേരം കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കും കേട്ടോ. എന്നൊന്നുമില്ല, ചില ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. അത് എല്ലാ ദിവസവും നല്ല, ചില ദിവസങ്ങളിൽ ചെയ്യും, അങ്ങനെയുള്ളൂ. അമ്മ പിന്നെ എപ്പോഴും കൈ വെച്ച് ബാബാ വിളിച്ചാണ് ഇരിക്കുന്നത്, കൈ അനക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്ന ഡാൻസിലാണ്. ഞാൻ ഫിസിയോതെറാപ്പി തുടങ്ങിയിട്ട് ലാസ്റ്റ് മുദ്രകളൊക്കെ കാണിക്കും കേട്ടോ. അതൊക്കെ അമ്മയോട് വെക്കാൻ വേണ്ടി പറയും. അമ്മ ഭയങ്കര അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് ചെയ്യാനും മുദ്രകൾ പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഭയങ്കര അത് നന്നായിട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന ആളാണ്. ഞാൻ പറയുമ്പോൾ ഞാൻ ബോറൊന്നുമില്ല, ഞാൻ ഓരോ മുദ്ര കാണിക്കും, അതിൻ്റെ അർത്ഥങ്ങൾ കാണിക്കും. അപ്പോൾ അതുപോലെയൊക്കെ അമ്മയും ചെയ്യും. അത് ശരിയായോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെ മുദ്രകളൊക്കെ വയ്ക്കുന്ന കേട്ടോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. കുറേ ടൈമുണ്ട്, എനിക്ക് തോന്നുന്നു ഞാനിത് ആ വീഡിയോ വെച്ച് ക്യാമറ ഓണാക്കി വെച്ചാൽ ഞാനങ്ങ് മറന്നുപോയി, ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. കാര്യം ഇത് കിളി നിങ്ങൾ കണ്ടു, നമ്മൾ രണ്ടുപേരെയും കയ്യിൽ കിളിയാണ് കാണിച്ചത് കേട്ടോ. അമ്മയ്ക്ക് ഞാൻ എന്ത് കാണിച്ചാലും അമ്മയ്ക്ക് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും ഈ കൈ ശരിയായിട്ട് ഇതൊക്കെ ചെയ്യാമെന്നാണ്. പക്ഷെ ഞാൻ പറയും വേണ്ട, ഇപ്പം ചെയ്യാം, അപ്പോൾ വിരലൊക്കെ ശരിയാവുമെന്ന്. ഒത്തിരി സ്ട്രെയിൻ എടുത്തൊന്നും ചെയ്യിപ്പിക്കത്തില്ല, ചെറിയ രീതിയിലൊക്കെ വെക്കാൻ പറയും. ആ വയ്യാത്ത കൈ കൊണ്ട് വലുതായിട്ട് പറ്റത്തില്ല, മറ്റേ കൈ കൊണ്ട് പറ്റും കേട്ടോ. അങ്ങനത്തെ രാത്രികാല വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെന്താ, നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ മൂഡ് ഓഫ് ആയിരിക്കുന്നെങ്കിൽ ഞാൻ തന്നെ പെട്ടെന്ന് ഓണാവാനായിട്ട് നോക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഞാൻ വെറുതെ നിൽക്കുമ്പോൾ കണ്ണാടി നോക്കിയിട്ട് ഡാൻസ് കളിക്കുന്ന ആളാട്ടോ. വെറുതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ, പാട്ടൊക്കെ ഉറക്കം വെച്ച്. ഞാൻ ചിലപ്പോൾ ഒന്നുകിൽ വീഡിയോ കോളല്ല, അല്ലാതെ നമ്മൾ കോള് ചെയ്ത് ജോലി ചെയ്യുന്നേക്കാൾ ഉപരി ചിലപ്പോൾ ഞാൻ പാട്ടിട്ടിട്ടും ജോലി ചെയ്യും. അത് ഭയങ്കര എനർജിയാണ് കേട്ടോ. പിന്നെ ഒഴുകുന്നൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ, വെള്ളം ഒഴുകുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എന്നെ കെട്ടിയോൻ വിളിക്കും. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇല്ല. കാര്യം ആളെൻ്റെ ഫോണിലാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയും ഞങ്ങൾ കുറേ ടൈം ഇരുന്ന്, എനിക്ക് തോന്നുന്നു TV കാണുന്നേക്കാളും നമ്മൾ ഫോണിൽ നോക്കുന്നേക്കാളും അടുത്തുള്ളവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയമാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ. എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ഫോൺ നോക്കിയാലേ ഞാൻ ഫോൺ നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നോക്കത്തില്ല. എനിക്ക് ഫോണിനേക്കാൾ ഇഷ്ടം
എനിക്ക് അടുത്തുള്ള ആളോട് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഫോണെല്ലാം കാണണമെങ്കിൽ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ച് സംസാരിക്കും. ആരും എനിക്കപ്പോൾ ആ ടൈമിൽ അവൈലബിൾ അല്ല എങ്കിൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കാൻ അല്ലാത്ത പരിപാടികൾ ചെയ്യത്തുള്ളൂ, വേറെ റീൽസൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറുണ്ടായിരുന്നു, ചോറും കൊഞ്ചേറിയും കൂടി കൂട്ടി ചോറ് കഴിക്കാൻ പോവാം കേട്ടോ. പിന്നെ ഇത് അടുക്കളയൊക്കെ ആകെ അലുമ്പായിട്ട് കിടക്കിനി, ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.